السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യാനും വിശുദ്ധ റമളാൻ വരുമ്പോ പൂർണ്ണമായ ആത്മീയമായ ഹൃദയത്തോടെ റമളാനെ സ്വീകരിക്കാനുള്ള എല്ലാവിധ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, വിശുദ്ധ റജബ് മുബാറക്കായ അനുഗ്രഹീതമായ മാസം. ഈ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് സാധാരണയായി നാം ചെയ്തു വരുന്നത് ബർക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസമായി കഴിഞ്ഞാൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അനസ് ഇബ്നു മാലിക് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത തൊബ്രാനി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇദാ ദഖല റജബുൻ, റജബ് മാസം പ്രവേശിച്ചാൽ കാല, നബിതങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, പറയുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അപ്പോൾ റജബുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് ബറക്കത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ബറക്കത്ത് എന്നാൽ? ഒരു കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ നിലനിന്ന് കിട്ടലാണ് ബറക്കത്ത് എന്നാൽ. മഹാന്മാർ പറയുന്നു, വൽ ബറക്കത്തു സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫിശ്ശൈഇ. ഒരു കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ നിലനിന്ന് കിട്ടലാണ് ബറക്കത്ത് എന്നാൽ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നന്മ, അതായത് ഖൈർ ഉണ്ടാകൽ അനിവാര്യമാണ്. ഉദാഹരണം, ആരോഗ്യത്തിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, നമ്മുടെ ജോലികളിൽ, വരുമാനത്തിൽ, കച്ചവടത്തിൽ എല്ലാം നന്മ ലഭിച്ചാൽ നന്മയുണ്ടാവണം. അതോടൊപ്പം തന്നെ നന്മ ലഭിച്ചാൽ മാത്രം പോരാ, അതിനോടൊപ്പം രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഒന്ന്, അത് നിലനിന്ന് കിട്ടണം, അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ലഭിച്ചിട്ട് നഷ്ടപ്പെട്ടാൽ ഖേദം വർദ്ധിക്കുകയാണ് ഉണ്ടാകുക. രണ്ടാമത്തത്, ആ കിട്ടിയ ആ നന്മ അത് ഉപകാരമുണ്ടാകണം, അല്ലാത്ത പക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല. ഉദാഹരണം, സമ്പത്ത്, സന്താനങ്ങൾ എന്നിവ ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ട് ഉപകാരമുണ്ടാകണം, അല്ലെങ്കിൽ അത് ഖേദത്തിന്റെ കാരണമാകും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും മക്കളിലും ഉണ്ട് അദുവ്വലക്കും, നിങ്ങൾക്കുള്ള ശത്രു, അതുകൊണ്ട് ഫഹ്ദറുഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന്. അപ്പൊ ഇതെല്ലാം റബ്ബിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന അളവിൽ അവൻ നൽകുമെന്നർത്ഥം. അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ കണക്ക് കൂടാതെ നൽകും. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ബറക്കത്തിനെ തേടുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ കണ്ണുകളിൽ, കാതുകളിൽ, ഞങ്ങളുടെ ഇണകളിൽ, സന്താനങ്ങളിൽ എല്ലാം നീ ബറക്കത്ത് നൽകണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുമായിരുന്നു. കൃഷിയും വരുമാനങ്ങളും ബർക്കത്താകാൻ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ വബാരിക് ലനാ ഫീ മദീനത്തിനാ വബാരിക് ലനാ ഫീ സ്വാഹിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ ഇന്ന് ബറക്കത്തിന്റെ ദുആയിൽ നാം വളരെ പിന്നിലാണ്. പലവിധ പരിപാടികൾ ചെയ്തിട്ടും ബറക്കത്തുണ്ടാകുന്നില്ലെങ്കിൽ ദുആഇന്റെ കുറവുണ്ടാകാം. ചരിത്രം, ഒരിക്കൽ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ റിസ്കിലെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, റിസ്കിനെ തേടിയാൽ പോരെ,
റിസ്കിലെ ബറക്കത്തിനെ ചോദിക്കുന്നത് എന്തിനാ? അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ലമിന റിസ്ഖ ലികുല്ലി ഹയ്യിൻ ഖലക. റിസ്ക് എന്നത് അല്ലാഹു ഏറ്റ കാര്യമാണ്, അതിൽ ആശങ്കയില്ല എന്നർത്ഥം. അല്ലാഹു പറയുന്നുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദിൽ 6-ാം സൂക്തം. എന്നാൽ ബറക്കത്ത് ഉറപ്പ് പറഞ്ഞിട്ടില്ല, അത് നാം ചോദിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നാം ബറക്കത്ത് ചോദിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന അഭൗതികമായ ഒരു രഹസ്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഫഹിയ ജുന്ദുൻ ഖഫിയ്യും മിൻ ജുനൂദില്ലാഹി യുർസിലുഹാ ലിമൻ യശാ. ബറക്കത്ത് എന്നത് ഞാൻ ചോദിക്കാൻ കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന അബൗദ്ധികമായ ഒരു രഹസ്യമാണ് ബറക്കത്ത്. ഒരാളുടെ ബറക്കത്ത് സമ്പത്തിൽ കരസ്ഥമായാൽ അത് അധികരിക്കും. കുട്ടികളിൽ ബറക്കത്തുണ്ടായാൽ ആ കുട്ടികൾ നന്നാകും. തടിയിൽ ബറക്കത്തുണ്ടാകുമ്പോ തടിക്ക് ശക്തിയുണ്ടാകും. ഹൃദയത്തിലാകുമ്പോ വിജയിക്കും. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നാം അള്ളാഹുവിനോട് എപ്പോഴും ബറക്കത്തിനെ തേടിക്കൊണ്ടേയിരിക്കണം. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമാണ് മഹത്തുക്കളെ കൊണ്ട് ബറക്കത്തിനായി ദുആ ചെയ്യിപ്പിക്കലും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പ എന്നെ ആലിമീങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. അതാണ് എന്റെ ഉയർച്ചയുടെ കാരണമെന്ന് മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വഹാബാക്കൾ തന്റെ കുട്ടികളെ കൊണ്ടുമായിരുന്നു, ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ നബി തങ്ങൾ അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു. മറ്റു ചിലപ്പോൾ ബർക്കത്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവ ബറക്കത്തിന് നിരക്കാത്ത യാതൊരു വാക്കും ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകരുതെന്ന് വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തിയോ ജീവിയെയോ ശപിക്കരുത്. കാലത്തെ കാറ്റിനെ ഒന്നും നാം ശാപ മാത്രമല്ല പ്രയാസമുണ്ടാക്കുന്നതൊന്നും പറയാൻ പാടില്ല. ചരിത്രത്തിൽ കാണാം, മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഷർട്ടൂരിയപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഇതുപോലൊരാളെ ഇതുവരെ കണ്ടിട്ടില്ല, എന്തൊരു ഭംഗിയാ. പറന്നു കഴിഞ്ഞപ്പോ തന്നെ സഹൽ റളിയല്ലാഹു അൻഹു സ്പോട്ടിൽ കുഴഞ്ഞു വീണു എന്ന. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി. ഉളൂഹിന്റെ വെള്ളം റസൂലുള്ള കുടിഞ്ഞു. അപ്പോൾ പൂർണ്ണമായ ഒരു സന്തോഷത്തിലായി ശരിയായി പ്രാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് നിരക്കാത്ത യാതൊരു വാക്കും പറയാവതല്ല. നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാസത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ബറക്കത്തുണ്ടാവാൻ ദുആ ചെയ്യാം. നമ്മുടെ കുടുംബത്തിൽ, കൂട്ടുകാരിൽ, സുഹൃത്തുക്കളിൽ, സമ്പത്തിലോ ശരീരത്തിലോ നമുക്ക് അത്ഭുതപ്പെടുന്നത് കണ്ടാൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരണം കണ്ണേറ് തട്ടും. ഫൈനൽ ഐന ഹഖ്. എപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ മാസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ധാരാളം ബറക്കത്തും റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ധാരാളം നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.